ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് എങ്ങനെ അവരുടെ ആക്ച്വൽ ഫൗണ്ടേഷൻ ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ ഈ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫൗണ്ടേഷൻ ഷെയ്ഡ് ഫസ്റ്റ് ടൈം സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു, മെയ്ബിലിൻ്റെ ഫിറ്റ്മി ഫൗണ്ടേഷൻ റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ മെയ്ബിലിൻ്റെ ഒക്കെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 40 ഷെയ്ഡ്സോളം അതിൽ വരുന്നുണ്ട്. കൂടുതലും ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് കൂടുതൽ ഷെയ്ഡ്സ് ഉള്ളത്. അതായത് ഡ്രൈ സ്കിന്നിൻ്റെ 2 തരത്തിലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഓയിലി സ്കിൻകാർക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മെയ്ബിലിൻ്റെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക്. ട്യൂബ് ഫോമിലുള്ളതുണ്ട്, ബോട്ടിൽ മാതിരിയുള്ളതുണ്ട്, ഗ്ലാസ് ബോട്ടിലുള്ളതുണ്ട്, അങ്ങനെ കുറേ ഷെയ്ഡ്സ് അവർക്ക് അവൈലബിൾ ആണ്. ബട്ട് ഡ്രൈ സ്കിൻകാർക്ക് 2 ടൈപ്പ് അങ്ങോട്ട് ഞാൻ കണ്ടുള്ളൂ. മെയ്ബിലിൻ്റെ ഫൗണ്ടേഷൻ കേട്ടോ, അതിൽ തന്നെ 7 ഷെയ്ഡ്സ് അങ്ങോട്ടുള്ളൂ. 7 ഷെയ്ഡ്സ് അങ്ങോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പാണ്. അതായത് നമ്മൾ ഡ്രൈ സ്കിൻ ആണോ ഓയിലി സ്കിൻ ആണോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോർമൽ സ്കിൻ ടൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്കധികം പ്രശ്നം ഉണ്ടായിരിക്കില്ല. അവർക്ക് ഏത് ഫൗണ്ടേഷനും നല്ലപോലെ യോജിക്കും, നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണെങ്കിൽ. ഈ ഓയിലി സ്കിൻകാരും ഡ്രൈ സ്കിൻകാരും ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിലി ആയിട്ടുള്ള ഫൗണ്ടേഷൻസും അല്ലാത്തവർക്ക് ഡ്രൈ സ്കിന്നിന് യോജിക്കുന്ന ഫൗണ്ടേഷനും വേണം. എൻ്റെ ഫൗണ്ടേഷൻ ഫിറ്റ്മി ഫൗണ്ടേഷൻ ലുമിനസ് സ്മൂത്താണ് എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഇത് ഡ്രൈ സ്കിന്നാണ്. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ള ഫൗണ്ടേഷനാണ്. ഇനി ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ മാറ്റെ പോർലെസ് എന്ന് പറയുന്ന ഫിറ്റ്മി ഫൗണ്ടേഷനാണ് കൊടുത്തിരിക്കുന്നത് അവർ. ഓക്കെ, ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കണം. ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നേരെ സ്റ്റോറിൽ പോയി വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അത്രയ്ക്ക് സേഫ് ആയിരിക്കില്ല. കാരണം നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഷെയ്ഡ് അറിയില്ല. എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം അല്ലേ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നേരെ സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യുക. അപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ കുറേ സെയിൽസ് ഗേൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അവർ നമുക്ക് നമ്മുടെ ആക്ച്വലായിട്ടുള്ള ഷെയ്ഡ് പറഞ്ഞു തരും. മിക്കവരും ലൈറ്റ് ഷെയ്ഡായിരിക്കും പറഞ്ഞു തരാം. ചിലപ്പോൾ നമുക്ക് സ്യൂട്ടാകില്ല. നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർ തരുന്ന ടെസ്റ്റ് ഫൗണ്ടേഷൻ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്കവരും ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കും. ഇവിടെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് മാച്ച് ഉണ്ടെന്ന് പറയും, എന്നിട്ട് സെലക്ട് ചെയ്യും. അതൊരിക്കലും ശരിയല്ല എന്നാണ് ഞാൻ പറയുക. എന്താണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സ്കിൻ ടോണും ഫേസിലെ സ്കിൻ ടോണും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. എല്ലാവരുടെ കാര്യമില്ല, ചില കേസിൽ ഉപകാരമില്ലല്ലോ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഫേസിൽ സ്കിൻ ടോണിന് മാച്ചുള്ള സ്കിൻ ഏരിയ നമ്മൾ കണ്ടെത്താം. ചിലപ്പോൾ ഈ ഭാഗത്തെ ഏരിയ ഒക്കെ നല്ലപോലെ മാച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇത്തിരി ഫെയർ അല്ലേ, അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നോക്കുക നിങ്ങൾ എങ്ങനെയുണ്ട് ഷെയ്ഡ് മാച്ച് ആകുന്നുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാതിരിക്കുക. എല്ലാ കേസിലും അല്ല, ചിലരുടെ കാര്യത്തിൽ ഇവിടെ ഇത്തിരി ഡാർക്കായിരിക്കും, ചിലപ്പോൾ ഇവിടെ ലൈറ്റ് ആയിരിക്കും, അങ്ങനെയുള്ള കേസിൽ കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാവരും സ്റ്റോറിൽ പോയി വാങ്ങാം. ഒരിക്കലും ഓൺലൈനിൽ നിന്ന് ഫസ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, ലാക്മിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. നിങ്ങളുടെ ആക്ച്വൽ ഷെയ്ഡ് ഒരു ഫൗണ്ടേഷൻ നിങ്ങളിലുണ്ട് ലാക്മിയുടെ. ഇനി മേബി നിങ്ങളുടെ ലാക്മിയുടെ ഫൗണ്ടേഷൻ്റെ ബോട്ടിൽ കൊണ്ടുപോകുക. എന്നിട്ട് മെയ്ബിലിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അതിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടെത്തിയിട്ട് അതിലുള്ള ഷെയ്ഡുകളിൽ ഒത്തു നോക്കുമ്പോൾ ഏതാണ് മാച്ച് ആകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ടിപ്പുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിങ്ങളുടെ സ്കിൻ ടോൺ വരുന്നവരെ കണ്ടെത്തിയിട്ട് അവരുപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഷെയ്ഡൊക്കെ മനസ്സിലാക്കാം. അതിനുശേഷം അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ടോ സ്റ്റോറിൽ പോയിട്ടോ ഒക്കെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളിൽ ഉള്ളൊരു ഫൗണ്ടേഷൻ നിങ്ങൾ വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ, ബിഗിനേഴ്സിന് എൻ്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങളിൽ ഓൾറെഡി ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഷെയ്ഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. എന്നിട്ട് ഓൺലൈനിൽ പോയിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫൗണ്ടേഷൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ 2 സ്ക്രീൻഷോട്ടുകളും കൂടി ഒത്തു നോക്കുക. അപ്പോൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് മിക്കപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഒരുവിധമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഇത് രണ്ടും കൂടി ഈ പിക്ചറുകൾ തമ്മിൽ ഒത്തു നോക്കിയിട്ട് ഷെയ്ഡ്സ് ഓക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം ഓൺലൈൻ വഴി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിൽ ഓൾറെഡി ഉള്ള ഒരു ഫൗണ്ടേഷൻ്റെ ബോട്ടിലും വേറൊരു ഫൗണ്ടേഷൻ്റെ ബോട്ടിലും കൂടി നിങ്ങൾ സ്റ്റോറിയിൽ പോകുമ്പോഴോ അങ്ങനെയാണെങ്കിൽ ഒത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശരിയായിട്ടുള്ള ഷെയ്ഡാണോ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡ് മനസ്സിലാക്കാനുള്ള കുറച്ച് ട്രിക്കുകൾ എന്ന് പറയുന്നത്. പിന്നെയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സ്റ്റോറിൽ പോവുകയാണെങ്കിലും നല്ലൊരു ഫൗണ്ടേഷൻ്റെ ടെസ്റ്റ് ഫൗണ്ടേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നേരിട്ട് അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ അപ്ലൈ ചെയ്തേക്കൂ. അപ്ലൈ ചെയ്തിട്ട് ചെറുതായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതും മനസ്സിലാക്കാൻ പറ്റും. ഫേസിൽ അപ്ലൈ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് അവിടെ വെച്ച് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫേസും ഈ ഏരിയയും തമ്മിൽ മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ വെച്ച് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്കിൻ ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെയുള്ള ടോണും ഈ ഫേസിലെ സ്കിൻ ടോണും തമ്മിൽ മാച്ച് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ബിഗിനേഴ്സിന് നമ്മുടെ ആക്ച്വൽ ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കണ്ടെത്താമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ വാങ്ങുന്നവരാണെങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ വരുന്ന സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. മാത്രമാണ് ഞാൻ ഭാവിയിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.